വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575. എടാ, എന്താ? നീ ആ സൊസൈറ്റി വരെ പോയി ആ പാലൊന്ന് കൊടുത്തിട്ട് വരാമോ? എന്തെങ്കിലും പറ്റിയോ? ചേട്ടാ എവിടെ നോക്കി ഏട്ടാ വണ്ടി ഓടിക്കുന്നേ? താനിപ്പോ എവിടുന്ന വന്നേ? വാ കേറി വാ വാ. അതെ, ഹോസ്പിറ്റലിലും പോണോ? എവിടെ തന്റെ വീട്? വേണേ ഞാൻ കൊണ്ടാക്കാം. വേണ്ട, ഇവിടെ അടുത്താ, ഞാൻ പൊക്കോളാം. നിൽക്കണുണ്ടല്ലോ. എന്തുട്രാ
ചിഹ്നം പറഞ്ഞ കളിയാണല്ല. ആ നിന്റെ വരവാ സൂചിച്ചിട്ടാ. ഞങ്ങളിപ്പോൾ ആ കാര്യം പറഞ്ഞ് അങ്ങോട്ട് നിർത്തിയതേ ഉള്ളൂ. എൻ്റെ പൊന്നളിയെ നിനക്കെന്തോ ഭാഗ്യം കൊണ്ടിട്ടാ. നമ്മുടെ ചെക്കന്മാരൊന്നും ആ പെണ്ണിൻ്റെ പുറകെ പിടിക്കില്ലട്ടാ. ജെറ്റാണ് മോനെ, ജെറ്റ്. ഒന്നാ വീണോട്ടെ, ഒന്നാ വീണാലേ പഠിക്കുള്ളൂ. നീ കലക്കിണ്ട്. പോയില്ലേ? ആ പോവാ. പെണ്ണെ അവിടെ ഇടങ്ങാനും കുത്തിരിക്കും, വെറുതെ പണി ഉണ്ടാക്കല്ലേ. ആരാ? ഫെമിയുടെ വീടല്ലേ? അതെ, എന്തായിരുന്നു? ഞാൻ ഈ വണ്ടി ഞാനാ. ഓ, എൻ്റെ വീട് ഇവിടെ സ്കൂളിൻ്റെ അടുത്തായിട്ടാ. അച്ഛനെ പറഞ്ഞാൽ ചിലപ്പോൾ അറിയായിരിക്കും, ഒരു സദാശിവൻ. ഓ, കാണാറുണ്ട്. ആ, അച്ഛനറിയാം. ഞാനിവിടെ വല്ലപ്പോഴൊക്കെ വരാറുള്ളൂ. ആ മോമ്പാ, അവളകത്തുണ്ട്. ആ ശരി. കാലിന് എന്തെങ്കിലും? അത് വീണപ്പോ ഇടറിയോ മറ്റാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ഓ അല്ല, ഇന്നലെ ചോദിച്ചപ്പോൾ വേറൊന്നും പറഞ്ഞില്ലായിരുന്നു. പിന്നെ ഇന്ന് സൊസൈറ്റിയിലും കൂടി കാണാതെ ഇപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും. ഏയ് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പിന്നെ കയ്യിലും കാലിലും കഴുത്തിലും ചെറുതായിട്ടൊരു ദേ ഇരിക്കുന്ന കണ്ടില്ലേ? വേറൊന്നും പറ്റിയില്ല അല്ലേ? എന്താ ഇത്രയും പറ്റിയത് പോരെ? അല്ല, സത്യമായിട്ടും മോനെ, ഞാൻ അവളുടെ സ്കൂട്ടറിലെങ്കിലും പോകാറില്ല. എനിക്ക് ഭയങ്കര പേടിയാ. എന്ത് സ്പീഡാണെന്നോ. ഞാൻ വല്ല ഓട്ടോ വിളിച്ചിട്ടാ ഓരോ കാര്യങ്ങൾക്ക് പോകാറ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, വണ്ടിയാണ് പതുക്കെ ഓടിക്കണമെന്ന്. നമ്മൾ മാത്രം നോക്കിയ കാര്യമില്ലല്ലോ. റോട്ടിൽ കൂടി മാനം നോക്കി ഓടിക്കണ ഒരുപാട് ആൾക്കാരുണ്ട്. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ അനുഭവിക്കണ്ടേ? ഇപ്പൊ അവള് പഠിച്ചിട്ടുണ്ട്. അമ്മ ആ പറഞ്ഞത് കറക്റ്റ്. അയ്യോ, ഞാൻ മോനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല കേട്ടാ, ഞാൻ സത്യാവസ്ഥ പറഞ്ഞതേ ഉള്ളൂ. ഏയ് ഞാനൊന്നും ഉദ്ദേശിച്ചില്ല. പിന്നെന്നാലും എൻ്റെ ഭാഗത്തും തെറ്റുണ്ടെന്ന് പിന്നീട് എനിക്കും തോന്നി. ആ, മോനത്ത് ചെയ്യണേ. ഞാൻ സുവോളജി ഫോട്ടോഗ്രാഫറാണ്. വൈൽഡ് ലൈഫ് തന്നെ, എങ്കിലും അങ്ങനെ ഒരുപാട് ശ്രദ്ധിക്കാത്ത ചെറിയ ചെറിയ ജീവികളാണ്. ചെറുപ്പം മുതലേ ഇതിനോടായിരുന്നു താല്പര്യം. ആ, വേറൊന്നും കിട്ടിയില്ലേ? ആ, നല്ല പണിയൊന്നുമില്ലല്ലോ അടി. അല്ല, ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളും ഇഷ്ടങ്ങളൊക്കെ ആണല്ലോ, അല്ലേ? നമ്മളെല്ലാവരും എപ്പോഴും വലുതിനെ മാത്രമല്ലെങ്കിൽ നല്ല ഭംഗിയുള്ളതിനെയാണല്ലോ കൂടുതൽ ശ്രദ്ധിക്കാറുള്ളൂ. ചെറിയ ചെറിയ കാര്യങ്ങളും അതിൻ്റെ ഭംഗിയും അതൊക്കെ കാണാൻ നല്ല രസമാണ്. ഞാനെന്നാ ഇറങ്ങട്ടെ. ആ ശരി മോനെ. ശരി എന്നാ. നല്ല പണിയാണല്ലേ? സംഭവം കൊള്ളാലോ. ഭംഗിയൊക്കെ ഉണ്ട്.
എടാ പുള്ളി വിളിച്ചു, ഫുൾ ടീമും 2 ദിവസത്തിനുള്ളിൽ കാണണമെന്ന് പറഞ്ഞേക്കുന്നത്. ആകെ കലിപ്പില്ല. നീ എങ്ങനെ പെട്ടെന്ന് കയറി വന്ന് നോക്കാം. അമ്മേ, എന്താടി? എനിക്കിങ്ങനെ ഒരു ക്യാമറ വാങ്ങിത്തരുന്നതിൽ അമ്മയ്ക്ക് എന്താണ് അഭിപ്രായം? വേറെന്താ വേണ്ടത്? അവക്ക് ക്യാമറ. നീയേ 10 മുട്ട മേടിച്ചോണ്ടോ? സമ്മതിക്കൂല. എവിടെ നോക്കിയാടി വണ്ടി ഓടിക്കണം? നീ പോടാ. നീ ഓടി. ആ താനെന്താ ഇവിടെ? കാലൊക്കെ ശരിയായോ? ആ കുഴപ്പമില്ല. എന്താ ഇവിടെ പരിപാടി? ഞാൻ ഇന്നിനായിട്ട് തിരിച്ചു പോവാ. അപ്പം എങ്ങനെ ചുമ്മാ ഞാൻ ആദ്യമായിട്ട് എടുത്ത ഫോട്ടോസൊക്കെ ഇവന്മാരുടെ എൻ്റെ ആദ്യത്തെ ക്യാമറയിൽ. ഇടയ്ക്ക് പോസ് ചെയ്ത് തരും, ഇടയ്ക്ക് ഓടിച്ചിട്ട് പിടിക്കണം. ഇപ്പോൾ ഒന്നിനെ കാണാൻ പോലും ഇല്ല. ആ കയ്യൊന്ന് കാണിച്ച് പിടിക്കേ. എന്താടോ കൊന്നോ അതിനെ? എനിക്കിതിനൊക്കെ കാണുന്നതിന് അറപ്പാ. അവറ്റകളൊന്നും ചെയ്യില്ല. ഓ ഇനിയിപ്പോൾ കിട്ടാനാ പാട്. എനിക്കും ഇങ്ങനെ ഒരു ക്യാമറ വാങ്ങിയാലോ എന്നുണ്ട്. എന്തേ വാങ്ങാത്തെ? അമ്മയോട് പറഞ്ഞു, എന്നിട്ട് ആട്ടി വിട്ടു. സ്വാഭാവികം. കൈ നീട്ടി അനക്കാതെ പിടിക്കണേ. ഒന്ന് വേഗം, ഇതിപ്പോ ചാടി പോവും. പെട്ടെന്ന് ഒന്ന് അപ്പി ഇത് പിടിച്ച്. ആ ആ എടുത്തോ? ഒന്ന് ചിരിച്ച്. ആ ഓക്കെ. ഫോട്ടോ കാണിച്ചേ. ഇതൊന്ന് അയച്ചാർന്നോ കേട്ടോ. നോക്കാം. എന്ത് നോക്കാന്ന്? അല്ല എങ്ങനെ വന്നേ? ഞാൻ ദയാ തോടിൻ്റെ അതിൽ കൂടെ. എന്നാ ഞാൻ കൊണ്ടാക്കാം. ഓ എൻ്റെ പൊന്നോ വേണ്ട, ഞാൻ ആ തോട്ടിൽ കൂടെ നീന്തിയാണെങ്കിലും പോയിക്കോളാം. എന്നാ നീന്തിക്കോ. അതെ, ഒരു ചെറിയ സെക്കൻഡ് ഹാൻഡ് ക്യാമറ വാങ്ങാൻ എത്രയാകും? ചെറുത് മതി, പഠിക്കാനാ. തനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു പഴയ ക്യാമറ ഇരിക്കുന്നുണ്ട്. എൻ്റെ ഫസ്റ്റ് ക്യാമറ ഒന്ന് സർവീസ് ചെയ്യണം. താൻ പുതിയത് വാങ്ങുമ്പോൾ തന്ന പോലെ തിരിച്ചു തന്നാൽ മതി. ഈ ഫോട്ടോസൊക്കെ ഞാൻ അതിലേക്ക് സേവ് ചെയ്തേക്കാം.